ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ലോങ് സൈഡ് എൻട്രിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ഇനീഷ്യൽ ടൈമിൽ എനിക്കൊരു ലോങ് അല്ലെങ്കിൽ ഷോർട്ട് എന്നുള്ളൊരു വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ന്യൂട്രൽ വ്യൂവിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ബട്ട് ലേറ്റർ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറി തുടങ്ങിയത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ലോങ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പം മാർക്ക് ചെയ്യുന്ന ഈ ഒരു സോണിൽ, അതായത് അപ്പ് സൈഡ് മൂവ്മെൻറ്റിന് ശേഷം ഉണ്ടായ ഈ ഒരു സോണിൽ പ്രൈസ് അഗെയിൻ ഒരു റീടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. പ്രൈസ് ഈ ഒരു ലെവലിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് അപ്സൈഡ് പോകുന്ന ഒരു കൺഫർമേഷൻ കിട്ടുന്ന ക്യാൻഡിൽസിലായിരിക്കും ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അതല്ല, ആ ഒരു ലെവൽ പ്രൈസ് ഫെയിൽ ആവുകയാണ്, താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിലോയിലുള്ള ലെവലിലായിരിക്കും ഞാൻ എൻ്റെ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുക. സോ അധികം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ ലോങ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മാർക്കറ്റിൽ മൂവ്മെൻറ്റുകൾ നോക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നു. ബട്ട് അവിടെ ഒരു റീടെസ്റ്റോ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ, ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഒന്നും ഫോം ചെയ്യാതെ തന്നെ ഒരു ഡയറക്റ്റ് ഫോളാണ് മാർക്കറ്റ് തന്നത്. വിച്ച് ഇൻഡിക്കേറ്റിംഗ് ആ ഒരു ലെവലിൽ നമ്മൾ ഉദ്ദേശിച്ച എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ഒരു ലെവലിൽ ട്രേഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബിലോ താഴെയുള്ള ഒരു ലെവലിലായിരിക്കും പിന്നെ ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്യാം. ഞാനിവിടെ ഒരു ട്രേഡ് എടുക്കാത്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഈ ഒരു 4 ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു തരത്തിലുള്ള റിവേഴ്സൽ അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ പാറ്റേണോ ഇല്ലാത്തൊരു ഡയറക്റ്റ് സെല്ലിങ് ക്യാൻഡിൽസാണത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. പ്രൈസ് ഈ ഒരു സോണിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇനിയൊരു ട്രേഡ് കൺസിഡർ ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് കയറുകയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ മാർക്കറ്റിൽ ചേസ് ചെയ്യാനൊന്നും നിൽക്കില്ല. എൻ്റെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഇന്ന് ട്രേഡ് ഇല്ലയെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കത്തേ ഉള്ളൂ. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ, ഒരു പ്രോപ്പർ റിവേഴ്സൽ ക്യാൻഡിൽസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യും. ഞാൻ വെറും ക്യാൻഡിൽസ് മാത്രം നോക്കിയിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. OI ഡാറ്റാസ് എൻ്റെ ട്രേഡിംഗ് ഒരു പാരാമീറ്ററാണ്. സോ അത്തരത്തിൽ 3-4 പാരാമീറ്റേഴ്സ് ഒരുമിച്ച് വരുന്ന സമയത്താണ് ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്യുക. സോ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. മാർക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വരികയാണെങ്കിൽ ഒരു ഗുഡ് ട്രേഡ് ഒന്ന് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എന്തായാലും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ആ ഒരു ലോ റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ച് അപ്സൈഡ് പോകാനുള്ള ഒരു ഇൻഡിക്കേഷൻസൊക്കെ എൻ്റെ സെറ്റപ്പ് പ്രകാരം എനിക്ക് തരുന്നുണ്ട്. സോ ഞാൻ ഇവിടെ ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷമാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഇതായിരിക്കും കൺസിഡർ ചെയ്യുക. എൻ്റെ ക്വാണ്ടിറ്റിയുടെ ഹാഫ് പോർഷൻ ഞാൻ ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് മാറും. എൻ്റെ SL ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ട്രേഡിന് താഴെയുള്ള ക്യാൻഡിലിൻ്റെ ലോയിലാണ്. എൻ്റെ ഫൈനൽ ടാർഗറ്റ് വരുന്നത് അപ്സൈഡ് കാണിച്ചിരിക്കുന്ന ആ ഒരു സോണിലാണ്. ഈ ഒരു റേഞ്ചിലെത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്ത് മാറും. ഇതിൻ്റെ ഇടയിൽ ഒരു എക്സിറ്റോ അല്ലെങ്കിൽ ഒരു വേറെ ലോട്ട് എൻട്രി ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒന്നെങ്കിൽ ഞാൻ ഫുൾ ക്വാണ്ടിറ്റി ലാസ്റ്റ് വരെ ഹോൾഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ ഈ ഫസ്റ്റ് ടാർഗറ്റ് മെൻഷൻ ചെയ്ത സോണിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് മാറും. അപ്പോൾ ഇതാണ് ഈ ട്രേഡിൽ എനിക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു സോണിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ റെസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഈ ഒരു സോൺ വരെ, എൻ്റെ ഫൈനൽ ടാർഗറ്റായിട്ടുള്ള ഈ സോൺ വരെയാണ് പ്ലാൻ ചെയ്യുന്നത്.
മാർക്കറ്റ് നല്ല ഷാർപ്പ് മൂവ് തരുന്നുണ്ട്. നമ്മുടെ സോണ് എൻ്റർ ആയിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് സോൺ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഈ ഒരു സോണിലുള്ള ലെവലിൽ എന്താണ് ബാക്കിയുള്ള ക്യാൻഡിൽസ്. ഞാനിപ്പം നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ബാങ്ക് നിഫ്റ്റി ചാർട്ടും എല്ലാം ഞാൻ വാച്ച് ചെയ്യും. അതുപോലെ തന്നെ മേജർ സ്റ്റോക്സും ഞാൻ വാച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു സോണിൽ വെച്ചിട്ടുള്ള ടോട്ടൽ ചാർട്ടുകളിലെ പ്രൈസ് ആക്ഷൻ ഒരു ലെവൽ എന്താണ്, ഒരു റിട്രേസ്മെൻറ്റ് ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഓക്കെ ഫൈനലി ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറുകയാണ്. ഈ ഒരു പുഷിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ദിവസം ഒരു ട്രേഡ് എടുക്കാറുള്ളൂ. മാക്സിമം പോയാൽ മാത്രം ഞാൻ എൻ്റെ 2 ട്രേഡ് കൺസിഡർ ചെയ്യുള്ളൂ. അതും ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ പോകാറില്ല. സോ ഇന്നത്തെ എൻ്റെ ട്രേഡ് പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ട്രേഡ് കഴിഞ്ഞു. ഇനി ട്രേഡ് ഇല്ല. സോ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല ട്രേഡിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും. ബൈ ടു എവ്രി വൺ.